അല്ലടാ നമ്മളെ ആശാനെ എന്താ കാണില്ല പറഞ്ഞിട്ട് ആശാനെ കാണില്ല പറഞ്ഞിട്ട് എവിടെ നീയെന്ന് വന്നാണ് ഫോണിൽ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലാന്ന് പറഞ്ഞു. ആള് ടൂറിലാന്ന് തോന്നുന്നുണ്ട്. ഇത് ഇസ്മായിലിനെ കിട്ടാലേ കിട്ടുള്ളൂ. എവിടെ പോയിക്കണമെന്നുള്ളത്. ഇസ്മായിലാണ് ഇപ്പൊ അവന്റെ കൂട്ടുകെട്ട്. അപ്പൊ ആശാനെ കണ്ടിരുന്നോ? ആശാനെ കാണാനില്ല, 2 ദിവസമായിട്ട് കാണുന്നില്ല എന്നാണ് പറഞ്ഞിട്ട്. ഞാനൊരു വൈക്ക് പോകണ്ടായിട്ട് വീട്ടിൽ പോയപ്പോളേ മാള് കുരച്ച് ചാടാണ്. നിങ്ങളല്ലേ കൊണ്ടുപോയിന്ന നിങ്ങണ്ട്? കാരണം വെച്ചാല് ഫോൺ സ്വിച്ച് ഓഫ് ആണാലാ. സംഗതി നമ്മളെ ആയിക്കൂടി വരുമ്പോഴും പോകുമ്പോഴൊക്കെ നമ്മള് ശ്രദ്ധിക്കലുണ്ട്. പക്ഷെ ആളങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണെന്നുള്ളത് നമുക്കല്ല. നമ്മള് പിന്നെ പൊതുവെ ടൂർ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അങ്ങനെ പോയതായിരിക്കും എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ. പിന്നെ അതോട് മാള് പിന്നെ ചാടിയെന്ന് എനിക്ക് കഥയിൽ വെച്ചിന്നോട്. അല്ല മാള് ചാടിയിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്തായാലും പ്രശ്നം ഉണ്ടാക്കുന്ന സംശയം. മാള് ചാടിയിൽ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ടൂർ കൊണ്ടുപോകണാണ്, അതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നമുക്ക് പങ്കാളിത്തയ്യ. കാരണം ഞാൻ രാവിലെ പോയപ്പോ ഇന്നലെ കണ്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ പേര് പോയപ്പോൾ ആളെ കാണാനില്ല. നിങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ടീമിനെ പിടിച്ചിക്കണമെന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ. എനിക്ക് പല ടീമുകളും ഉള്ളതുമാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ടീം മാത്രമൊന്നല്ല ടൂർ പോകാനുള്ളത്, ഇഷ്ടംപോലെ ആളുകൾ ഉള്ളതാണ്. ഏത് ടീമിന്റെ അപ്പൊ പോയിക്കണമെന്നുള്ളത് നമുക്ക് പറയാനും കഴിയൂല. അല്ല അത് നമുക്ക് പ്രശ്നമില്ല. ആൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതി, ആളെ അയാളത്തിലുണ്ടായാൽ മതി. അതിനുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും മാനസികം നമുക്ക് നടത്താൻ ആയിക്കോട്ടെ. നമ്മൾ അവിടെ എവിടെയൊക്കെ സാധ്യത ഉണ്ട്? ആയിക്കോട്ടെ. പഴയ കാലത്ത് തമിഴ്നാട്ടൊക്കെ പോയിന്നല്ലോ, അവിടെ പോയിന്നോ? ഹോട്ടലിൽ നിന്നല്ല, തഞ്ചാവൂര്. ആ തഞ്ചാവൂരാവും അല്ലേ? എന്താ ചെയ്യാ, നമ്മ തഞ്ചാവൂര് പോയൊക്കെ പൊയ്ക്കണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇസ്മായിലിനെ കണ്ടാല് നമ്മളെ മലയാളം ഇസ്മായില് അവനോട് ചോദിക്കാം. കാരണം വെച്ചാൽ എനിക്ക് അത്യാവശ്യം കാണല്, അവനെ കണ്ടിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്നാലും ഇസ്മായിൽ ചോദിക്കാം. ഇസ്മായിൽ വരുമ്പോ നമുക്ക് അതിനെ പറ്റി ചോദിച്ചറിഞ്ഞിട്ടേ ആയിക്കോട്ടെ. എന്തായാലും ആള് കിട്ടണേ. എവിടെ റസാഖ്? റസാഖ് ഉണ്ടാവും പറഞ്ഞതാണ് എന്നോട് പണിക്ക്. അപ്പൊ റസാഖിന് അന്യ കൂടെ അല്ലേ പണിക്ക് ഏൽപ്പിച്ചത്? അവന് എന്നോട് ബില്ല് കയർത്തിയാണ് ഞാൻ പേക്കോണ്ടി പറഞ്ഞത്. ആളെ മുങ്ങി നമ്മളെങ്ങനെ ചെയ്യാ? നമ്മൾ ഞാൻ ചെയ്തോളാം. അപ്പൊ റസാഖ് നമുക്ക് ഇനിയിപ്പോ ആശാനല്ലോ ഓന്. ആശാനാണ് അവൻ. പിന്നെ ഇങ്ങനത്തെ പണി ചതി ചെയ്താൽ എന്താ ചെയ്യാ? നമ്മള് ഓനല്ലേ പണി ഏൽപ്പിച്ചേ. നമ്മൾ നോക്കാ, നമ്മള് വരുമോ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ? നമ്മളുണ്ടല്ലോ അവിടെ. ആയിക്കോട്ടെ, അത് മതി. ഇസ്മായില ഇജിപ്പണ പണി നമ്മൾ ആശാനെ കണ്ടോ? ഇല്ല, ആശാനെ ഏൽപ്പിച്ചെന്ന പണിയാണ് ഇപ്പത്. ആശാന് ബില്ലൊക്കെ കൊടുത്തിക്കാണ്ട് പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയതാണ്. എവിടേക്കാ പോണു, എങ്ങനെ പോകണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വന്നപ്പോൾ ഇവിടെ ആശാന് കാണില്ല. ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ ആളെ കാണില്ല. ആശാനെ കാണാനില്ലല്ലേ? നമ്മളിപ്പോൾ എന്താ ചെയ്യാ? 2 ദിവസമായിട്ട് കാണാനില്ല. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇനിയിപ്പോൾ പോണ സ്ഥലമുണ്ട്. എവിടെയാണ്? അവിടേക്കൊന്ന് പോയേക്കാം. അവന് ഇടക്കിടക്ക് സിയാറത്തിന്റെ ആളല്ലേ. അപ്പൊ ഏർവാടിയിലാവാൻ തങ്ങല് നാവൂർക്കൂടി ഏർവാടി പോണ ആളാണ് അവന്. ആ വഴിക്ക് പോയൊക്കെ അല്ലെ. ഇപ്പൊ 2 ദിവസം എനിക്ക് ബില്ലെന്ന് കണ്ടെന്ന് പറഞ്ഞിട്ട് പോയ പിന്നെ ആളെ കണ്ടിട്ടില്ല. അല്ല ഇതിനും വന്നിട്ടില്ല. അതെന്നെ പറഞ്ഞേ. അപ്പൊ ഞാൻ എന്നോട് പറയണം വിചാരിച്ചു നമുക്ക് ഒന്ന് പോയൊക്കെയല്ല. അപ്പൊ എന്നാ ഒഴിവുണ്ടാവില്ലേ? നമുക്ക് ഒരു ദിവസം പോന്നാലേ. നമുക്ക് എന്നാലേ നാഗൂർക്ക് നാളെ ട്രെയിൻ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. നാളെ വൈകിട്ട് നമ്മള് പോയാലാന്ന്. നമുക്ക് സിയാർത്തായും ചെയ്ത് അവനെ കണ്ടെത്തലുമായി അത്യാവശ്യമായിട്ട് കാണണ്ടേ. അത്യാവശ്യം കാണണ്ടേ, വലിയ വിഷയമാണ്. നാളെ നമുക്ക് പോകാം. അല്ല നമ്മള് പിന്നെ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് പോയാ പോരെ? ആശ അവിടെ ഉണ്ടെങ്കിലോ? കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് നമുക്ക് ആശ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. പുറത്തും തപ്പണ്ടി വരും അവനെ. അല്ല എന്തായാലും കിട്ടണേ, അത്യാവശ്യമാണ്. അവനെ കണ്ടില്ലെങ്കിൽ ഒരു വിഷയമാണ്. മാളൂരായിട്ട് പ്രശ്നം കൊണ്ട് പോകാൻ തോന്നുന്നു. അവന് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇല്ലാണ്ട് നമുക്ക് തഞ്ചാവൂരേലും ഉണ്ടാവും. തഞ്ചാവൂർ ഉറപ്പല്ലേ? അത് ഉറപ്പായിട്ട് അറിയില്ല. അതൊക്കെ എനിക്കറിയാം. നമ്മൾ ഞാനും അവനോട് പോണതായതുകൊണ്ട് അവർക്ക് പോയതാണ്. എവിടുക്കാണ് എന്താണെന്നുള്ള അറിയില്ലല്ലോ. നമ്മള് യാത്ര അവനോട് പറഞ്ഞതാണ് നമുക്ക് പോകേണ്ടതെന്ന്. അവൻ ഇവിടുന്ന് തെറ്റിപ്പോയത് നമുക്ക് അറിയില്ലല്ലോ. ആയിക്കോട്ടെ, എന്താ പറയുക, അവൻ തെറ്റിന്റെ വിഷയമല്ല. എനിക്ക് അർജന്റായിട്ട് നാളെ കിട്ടുന്ന കേസുണ്ടേ. അപ്പൊ എന്തായാലും നമുക്ക് കോയമ്പത്തൂർ നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ തഞ്ചാവൂർ പോകാം. അവനെ കിട്ടിയിട്ട് പോന്നാൽ മതി. ഇൻഷാ അല്ലാ നോക്കാം. അല്ല അവിടെ ഉണ്ടോ? അവിടെ ഇല്ല. ഞാൻ മൊത്തത്തിൽ നോക്കി, കോയമ്പത്തൂർ മൊത്തം നോക്കി. ഞാനും ആ ഭാഗത്ത് മൊത്തം നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? തഞ്ചാവൂരില്ല. ഇപ്പൊ തഞ്ചാവൂർ ട്രെയിൻ ഉണ്ടാവില്ല. ആയിക്കോട്ടെ. സീറ്റ് അവിടെ